ക്യാൻറ്റീനിൽ നിന്ന് കൊണ്ടുവന്ന ജ്യൂസ് കുടിച്ചപ്പോഴേ എൻ്റെ പകുതി ജീവൻ വീണു കഴിഞ്ഞിരുന്നു. സിസ്റ്ററെ, ഞാൻ ആ മാലാഖയെ ആർദ്രമായി വിളിച്ചു. എന്താ മോളെ? അവരെൻ്റെ തലയിൽ തലോടി. അച്ഛൻ കുടിച്ചില്ലെങ്കിൽ ആ ജ്യൂസ് കൂടെ എനിക്ക് തരുമോ? വീണ്ടും എന്നിലെ നിഷ്കളങ്കത തലപൊക്കി. അവർ വീണ്ടും കർട്ടൻ്റെ അടുത്തേക്ക് നീങ്ങി അത് വലിച്ചു മാറ്റി. ഗ്ലാസ്സിലെ ജ്യൂസ് മുഴുവൻ ഒറ്റ വലിക്ക് കുടിച്ച് തീർത്തു കഴിഞ്ഞ് സ്ട്രോയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അവസാന തുള്ളിയും വലിച്ചു കുടിക്കുന്ന അച്ഛൻ. നിങ്ങളൊരു അച്ഛനാണോ ഹേ? ചോദിക്കാൻ വന്ന ചോദ്യം അപ്പാടെ വിഴിഞ്ഞ് സിസ്റ്ററെ നോക്കി. അവരാണെങ്കിൽ ഒടുക്കത്തെ ചിരിയും. എനിക്കാണെങ്കിൽ വിശപ്പും സഹിക്കാനും വയ്യ. കുറച്ചു മുൻപ് ഇറങ്ങിപ്പോയ ഡോക്ടർ തിരിച്ചു വരുന്നത് കണ്ടു. അയാളോട് ചോദിച്ചാലോ എന്ന് വിചാരിച്ച് തലപൊക്കിയപ്പോഴുണ്ട് കൂടെ വരുണേട്ടൻ. അങ്ങേരാണെങ്കിൽ എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ സൈഡിലുള്ള ക്യാബിനിൽ കയറി ഇരിപ്പുണ്ട്. കൂടെ ആ ഡോക്ടറും. വയറ്റിലാണെങ്കിൽ തീ പോലെ കത്തിക്കയറുന്നു. ആ ദാ രണ്ടും കൂടെ ഇറങ്ങി. മാളവിക ഇപ്പോൾ എങ്ങനെയുണ്ട്? ഡോക്ടർ എൻ്റെ കണ്ണ് വലിച്ച് താഴ്ത്തി. ഇനിത് കുത്തിപ്പൊട്ടിക്കാൻ ഉദ്ദേശമാണോ? നല്ല വിശപ്പുണ്ട്. ഞാൻ ഡോക്ടറെയും വരുണേട്ടനെയും മാറി മാറി നോക്കി. കഞ്ഞി കൊടുത്തില്ലേ? വരുണേട്ടൻ അല്പം ദേഷ്യത്തോടെ സിസ്റ്ററെ നോക്കി ചോദിച്ചു. അത് ആ കുട്ടിക്ക് കഞ്ഞി വേണ്ട, ബിരിയാണി വേണമെന്ന് വാശി പിടിക്കുന്നു. അത് കേട്ടതും വരുണേട്ടൻ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഒരു തീപ്പൊരി വീണാൽ മതി, ആ നോട്ടത്തിൽ ഞാൻ ദഹിച്ചു പോകും. അത്ര തീഷ്ണമായിരുന്നു. ഞാൻ പതുക്കെ തലകുനിച്ചു. ഡോക്ടറാണെങ്കിൽ വാപ്പൊത്തിച്ചിരിക്കുന്നുണ്ട്. വൈശാഖും സിസ്റ്ററും പുറത്തേക്ക് നിൽക്ക്. അവൾക്ക് കഞ്ഞി ഞാൻ കൊടുത്തോളാം. അത് കഴിച്ചാൽ അവൾക്ക് എന്താ പറ്റുക എന്നറിയണമല്ലോ. പെട്ടു. പറഞ്ഞിട്ട് കാര്യമില്ല, അനുഭവിക്കട്ടെ. അവർ പുറത്തിറങ്ങിയതും കഞ്ഞി തൂക്കി പിടിച്ച് എൻ്റെ അടുത്തേക്ക് വന്നു. വാ തുറക്ക്. മോനെ, അവൾക്ക് വേണ്ടെങ്കിൽ നീ നിർബന്ധിക്കണ്ട. പട്ടാളം അവിടെ കിടന്ന് കൂവുന്നുണ്ട്. ആസ്ഥാന പാരയാണെങ്കിലും തക്ക സമയത്ത് ഇടപെട്ടു. അച്ഛൻ അവിടെ മിണ്ടാതെ കിടക്ക്. കൊഞ്ചിച്ച് വഷളാക്കി അങ്ങേയറ്റം എത്തിച്ചു. ഇനി ഇവളെ നേരാക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. വരുണേട്ടൻ്റെ വാക്ക് കേട്ടതും പട്ടാളം പുതപ്പെടുത്ത് തലയിൽ കൂടെ ഇട്ടു. ഇങ്ങേരാണല്ലോ സ്പൂണിൽ കഞ്ഞി കോരി കൊണ്ടുവരുന്ന വരവ് കണ്ട 3D സിനിമ കാണുമ്പോൾ പിക്ചർ വലുതായി തോന്നും. സ്പൂണ് വലിയ തവയേക്കാൾ വലുപ്പം തോന്നി. കുടിക്കടി. ഒരൊറ്റ ആക്രോശത്തിൽ അതെൻ്റെ വായിലേക്ക് വെച്ചു. പിന്നെ പേടിച്ചനങ്ങാതിരുന്ന് മുഴുവൻ ഒറ്റ വലിക്ക് കുടിച്ചു. പട്ടാളം തലപൊക്കി നോക്കി. വേറൊന്നുമല്ല, വരുണേട്ടൻ്റെ ദേഹത്തേക്ക് ഞാൻ വാള് വെച്ചതാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ വേണ്ട വേണ്ട എന്ന്. എനിക്ക് വിശന്നിരിക്കുമ്പോൾ കഞ്ഞി കുടിച്ച ഛർദ്ദിക്കും. ഞാൻ ആ മുഖത്തേക്കൊന്ന് നോക്കി. ശബ്ദം കേട്ട് ഡോക്ടറും സിസ്റ്ററും ഓടി വന്നു. കഞ്ഞി കൊണ്ട് അത്തപ്പോയിട്ട ഷർട്ടുമായി പാത്രം കയ്യിൽ പിടിച്ച് നിൽപ്പുണ്ട് കഥാനായകൻ. സർ, പോയി ഡ്രസ്സ് ക്ലീൻ ചെയ്യൂ. സിസ്റ്റർ എല്ലാം വൃത്തിയാക്കൂ. ഡോക്ടറുടെ നിർദ്ദേശം കേട്ട് ആ സിസ്റ്റർ എൻ്റെ അടുത്ത് വന്നു. ഒരു മടുപ്പും തോന്നാതെ എൻ്റെ ദേഹം ഉൾപ്പെടെ ക്ലീൻ ചെയ്യുന്നത് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. പാവം, ഇവർക്കല്ലേ അവാർഡ് കൈ കൊടുക്കേണ്ടത്. പെട്ടെന്ന് തന്നെ ആ സിസ്റ്ററുമായി ഞാൻ കമ്പനിയായി. അത് പിന്നെ അങ്ങനെയാണല്ലോ. ICUവിൽ നിന്ന് പോകും മുൻപ് വരുണേട്ടനെ കൊണ്ട് അവരുടെ സാലറി കൂട്ടി കൊടുക്കുന്ന കാര്യം വരെ ഏറ്റിട്ടാണ് ഇറങ്ങിയത്. വരുണേട്ടനുള്ള ആദ്യ പണി. പിന്നെ ICUവിനുള്ളിൽ ഒരു കോഫി ഷോപ്പ് വരെ ഉണ്ടാക്കി തരാമെന്ന ധാരണാപത്രത്തിൽ വരെ ഒപ്പിട്ടു. ഞാനാരാ മോള്? MDയുടെ ഭാവി വധു ആയതുകൊണ്ട് VIP റൂമിലാണ് കിടന്നത്. ഇടയ്ക്ക് കുറച്ച് നഴ്സുമാർ വന്ന് നോക്കുന്നുണ്ട്. ഇതെന്താ, ഞാൻ വല്ല കാഴ്ച വസ്തുവാണോ? അവരുടെ നോട്ടമാണിൽ പേടിച്ചരണ്ട്. ഇതിപ്പോൾ എന്നെന്തിനാ പേടിക്കുന്നേ? അവസാനം അവരും നമ്മുടെ ആളുകളായിരുന്നു. എൻ്റെ ധൈര്യത്തിൽ ആ പാവങ്ങൾ തലപൊക്കി തുടങ്ങി. ഹോസ്പിറ്റൽ ഞാൻ തിരിച്ചു വെച്ചു എന്ന് കണ്ടപ്പോൾ വൈശാഖ് ഡോക്ടർക്ക് എന്നെ നിർബന്ധിത ഡിസ്ചാർജിന് വിധേയമാക്കേണ്ടി വന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പോവണ്ട എന്ന് പറഞ്ഞ് കരഞ്ഞിറങ്ങുന്നത്. 2 ദിവസം കൂടെ എന്നെ ഇവിടെ നിർത്തുമോ എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ വരുണേട്ടനായതുകൊണ്ട് സമ്മതിക്കും. പക്ഷേ 2 കൈയിലും പ്ലാസ്റ്റർ ഇട്ടായിരിക്കും നിർത്തുന്നത്. അതോർത്തപ്പോൾ ഒന്നും ചോദിച്ചില്ല. പെട്ടെന്ന് തന്നെ പോയിട്ട് വരണേ എന്ന് പറഞ്ഞ് സിസ്റ്റർമാരെന്നെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ അതേ വികാരത്തോടെ ഞാനും പെട്ടെന്ന് വരാമെന്ന് പറയുമ്പോൾ ഇതൊരു ഹോസ്പിറ്റലാണെന്ന് സാമാന്യബോധം നഷ്ടപ്പെട്ടിരുന്നു. അല്ലേലും ആ പറയുന്ന സാധനം നമ്മൾക്കില്ലല്ലോ. ഹോസ്പിറ്റലിന് താഴെ എത്തിയപ്പോഴുണ്ട് അപ്പുവേട്ടനും രേവതി ചേച്ചിയും. ഒരു ചെറിയ വലിയ ചമ്മലോടെ ഞാൻ അവർക്കരികിലേക്ക് നടന്നു. അപ്പുവേട്ടനാണെങ്കിൽ വാപ്പൊത്തിച്ച് നിന്ന് ചിരിക്കുന്നു. ഞാൻ പതുക്കെ തലകുനിച്ചാണ് നിന്നത്. ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് ഞങ്ങൾ ആരും അറിഞ്ഞില്ലല്ലോടി. ഞാനൊന്ന് ഇളിച്ചു കാണിച്ചു. മാളുവിന് എന്നോടെങ്കിലും പറയാമായിരുന്നു. രേവതി ചേച്ചി കണ്ണു നിറച്ചു നോക്കി. ചേച്ചി, അത് ഞാൻ. ചേച്ചി കൂടെ എന്നെ വെറുക്കില്ലേ? വരുണേട്ടന് ഏതോ ഒരു പെണ്ണിനോട് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. അതൊരു തേപ്പ് ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്.
അച്ഛൻ മരിച്ചത് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണെന്ന് എന്നോട് വരുണേട്ടൻ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങളെ നോക്കാൻ പഠിത്തം ഉപേക്ഷിച്ചു എന്നൊക്കെയാണ് എന്നെ ധരിപ്പിച്ചത്. ചേച്ചി ഇത് പറയുമ്പോൾ ഞാൻ ആ മുഖത്തേക്ക് നോക്കി. ഉള്ളിലെന്തോ ഒരു വിങ്ങൽ. കണ്ണു നിറഞ്ഞു ഞാൻ ആ മുഖത്തേക്ക് നോക്കി. അയ്യോ, എൻ്റെ മാളൂട്ടി കരയുവാണോ? വരുണേട്ടൻ നിന്നെ വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് അപ്പുവേട്ടനോട് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഞാനാണ്. പറഞ്ഞു കേട്ട് നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പിന്നെ നിന്നെ കണ്ടപ്പോൾ നിന്റെ ഈ കുസൃതി, അതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ചേച്ചി എന്നെ നെഞ്ചോട് ചേർത്തിരുന്നു. എടി, നീ അവളിനെ കൂടുതൽ കരയിക്കണ്ട. നീ അളിയൻ്റെ കൂടെ പോകാൻ നോക്ക്. അമ്മയും അവരുടെ കൂടെ പൊക്കോ. അമ്മയോട് അത് പറഞ്ഞ് വരുണേട്ടൻ എൻ്റെ അടുത്തേക്ക് നടന്നു. അപ്പം ഞാൻ പോകണ്ടേ? ഞാൻ വിജൃംഭിച്ച ആ മുഖത്തേക്ക് നോക്കി. എന്തായാലും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി എന്നോണം. നീ എൻ്റെ കൂടെ വന്നാൽ മതി, ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് എൻ്റെ മുഖത്തേക്ക് നോക്കി. അയ്യോ, അത് വേണ്ട, ഞാൻ ഇവരുടെ കൂടെ. പറഞ്ഞു തീർക്കാതെ ഞാൻ അപ്പുവേട്ടന് നേരെ കൈ ചൂണ്ടി. അയ്യടി മോളെ, നീ വരുണിൻ്റെ കൂടെ വന്നാൽ മതി, നിങ്ങൾ കയറ്. അവരോട് ആജ്ഞ കൊടുത്തുകൊണ്ട് ആ കാലൻ ഡോറടച്ചു. അമ്മേ, ഞാൻ പിന്നെയും പെട്ടു. ഇനി ഉപദേശത്തിൻ്റെ രൂപത്തിലിറങ്ങും. അവർ പോകുന്നത് നോക്കി ഞാൻ വാ പൊളിച്ചു നിന്നു. നീ കയറുന്നില്ലേ? ആ ചോദ്യം കേട്ടതും തുറന്നു വെച്ച വാ അടച്ചുകൊണ്ട് ഞാൻ നോക്കി. അപ്പോഴേക്കാള് ഡ്രൈവിംഗ് സീറ്റിൽ കയറി. ഡ്രൈവിംഗ് സീറ്റിലെ ഡോറ് തുറന്നു കഴിഞ്ഞിരുന്നു. ഓ, പുറകിലിരുന്നാൽ മതിയായിരുന്നു, പുല്ല്. പല്ലു ഞെരുക്കി ഞാൻ മുൻപിൽ കയറി. ഉപദേശം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ്. മാളു, നീ പഠിക്കാൻ കുറേ ബാക്കിയുണ്ട്. ഇല്ല വരുണേട്ടാ, MCA ഞാൻ പാസ്സായി. ഇനി എനിക്ക് പഠിക്കാനൊന്നും വയ്യ. ആ പഠിത്തമല്ല, വിവര വിദ്യാഭ്യാസം രണ്ടും രണ്ടാണ്. പറഞ്ഞുകൊണ്ട് ഗിയർ മാറ്റി. ഓ, ഉപദേശമായിരുന്നു. നിനക്ക് തീരെ വിവരമില്ല. എവിടെ ഇങ്ങനെ പെരുമാറണമെന്ന് ഒട്ടും അറിഞ്ഞുകൂടാ. നേരത്തെ എന്നെ കണ്ട ബഹുമാനിച്ചിരുന്നു. ഹോസ്പിറ്റലിലെ സ്റ്റാഫ്സൊക്കെ ഇപ്പോൾ എന്നെ കണ്ട ഇളിച്ച് ചിരിച്ച് കാണിക്കുന്നു. 4 ദിവസം കൊണ്ട് ഹോസ്പിറ്റൽ തകിടം മറിച്ചു. ഓ, പിന്നെ അത് ബഹുമാനം കൊണ്ടല്ല. ഞാൻ മുറുമുറുത്തു. മാളു, നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നേരെ നോക്കി സംസാരിക്കണമെന്ന്. വരുണേട്ടാ. ഞാൻ സീറ്റിലേക്ക് ഒരു കാലെടുത്ത് വെച്ച് പുള്ളിക്ക് നേരെ തിരിഞ്ഞു. നമ്മൾ ഒരു മൃഗശാലയിൽ പോയി എന്നിരിക്കട്ടെ, ഞാൻ പറഞ്ഞു നിർത്തി. പോയി ആളൊന്ന് ഇരുത്തി മൂളി. നമ്മൾ അവിടെ ചെന്ന ഒരു മാൻകുട്ടി നമ്മുടെ അടുത്തേക്ക് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? പേടിക്കുവോ? ഇല്ലല്ലോ. കൗതുകമായിരിക്കും. എന്നാ ഒരു ഹിപ്പോപ്പൊട്ടാമസ് വന്നാലോ? പേടിച്ചു പുറകോട്ട് മാറും വരുണേട്ട. ഫീൽ ചെയ്തു. അത് തന്നെ ഇവിടെ സംഭവിച്ചത്. എന്ത്? പുള്ളി ഒന്നും മനസ്സിലാകാതെ ഇരിപ്പുണ്ട്. സത്യത്തിൽ വായി തോന്നിയത് പറഞ്ഞതാണെങ്കിലും എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ ബാക്കി പറയണമല്ലോ. നിങ്ങൾ ആ ഹിപ്പോപ്പൊട്ടാമസ് ആണെന്ന് ആ പിള്ളേർ പേടിച്ച് നിൽക്കുന്നത്, അല്ലാതെ ബഹുമാനം കൊണ്ടല്ല എന്ന്. ഉണ്ടക്കണ്ണ് മുരുട്ടി എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. പിന്നെ ഞാൻ അനങ്ങിയില്ല. സൈഡിലോട്ട് ഒതുങ്ങി. അപ്രതീക്ഷിതമായി തള്ളി താഴെയിട്ടാലോ എന്ന് കരുതി സീറ്റിൽ പിടിമുറുക്കി. പോരാത്തതിന് അമ്മാതിരി സ്പീഡും. കണ്ണ് രണ്ടും അറിയാതെ ഇറുക്കി. അനക്കമൊന്നും കാണാഞ്ഞ് കണ്ണ് തുറന്നപ്പോൾ ഒരു വലിയ റെസ്റ്റോറൻറ്റ് മുന്നിൽ വണ്ടി നിർത്തി. സ്റ്റിയറിങ്ങിന് കൈയെടുത്ത് ചിരിക്കുവാണ്. നീ എന്താ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു? ചിരിയോടെ എൻ്റെ മുഖത്തേക്ക് നോക്കി. ICU ബെഡ് ഇപ്പോഴും ഒഴിവുണ്ടെങ്കിൽ എനിക്ക് ഞാൻ കിടന്ന ബെഡ് തന്നെ കിട്ടണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അതാകുമ്പോൾ കിടക്കാനൊരു സുഖമുണ്ട്. ആളൊന്നുകൂടെ ചിരിച്ചുകൊണ്ട് ഇറങ്ങി. ഞാനും. വിശപ്പുണ്ട് നല്ല പോലെ. മാളും അടിച്ചു നിൽക്കാതെ കടന്നു ചെല്ലു മനസ്സുന്തി തള്ളിക്കൊണ്ടിരുന്നു. ഒരു പ്രൈവറ്റ് ക്യാബിനുള്ളിലാണ് ഞങ്ങൾ ഇരുന്നത്. ബിരിയാണി ഓർഡർ ചെയ്ത് അത് വന്നു കഴിഞ്ഞപ്പോൾ അങ്ങേരെ എഴുന്നേറ്റ് പോയി. ഞാനത് മൈൻഡ് ചെയ്യാതെ ബിരിയാണിയിലേക്ക് തലയിട്ട് ചിക്കൻ കാല് കടിച്ചു മുറിച്ചപ്പോഴാണ് ഓർത്തത് ഇങ്ങേരിത് എവിടെ പോയി എന്ന്. അയ്യോ, പ്രതികാരമാണോ? എന്നെ ഇട്ടിട്ട് പോയോ? ബില്ലടക്കാൻ ക്യാഷുമില്ല. വെയിറ്റർ ചേട്ടൻ വരട്ടെ, അടുക്കള എവിടെയാണെന്ന് ചോദിക്കാം. ആദ്യത് തീരട്ടെ. ആ, നീ കഴിച്ചു തുടങ്ങിയോ? വരുണേട്ടൻ ക്യാബിൻ തുറന്ന് അകത്തേക്ക് വന്നു. ചിക്കൻ കാല് കടിച്ചു പിടിച്ച് ബിരിയാണിയിൽ നിന്നും ഞാൻ തല ഉയർത്തി ഒന്നിളിച്ച് കാണിച്ചു. വരുണേട്ടൻ ടേബിൾ മാനേഴ്സൊക്കെ കീപ്പ് ചെയ്ത് സ്പൂണൊക്കെ വെച്ച് കഴിക്കുമ്പോൾ ഞാൻ 2 കൈ കൊണ്ട് വലിച്ചു വാരി കഴിഞ്ഞിരുന്നു. നിനക്ക് ആ സ്പൂൺ വെച്ച് കഴിച്ചൂടെ? ദാ ഈ വലത്തെ കൈ ഉണ്ടെങ്കിലേ മലയാളികൾക്ക് എന്തിനാ ചേട്ടാ സ്പൂണ്? ആളുടെ ബിരിയാണിയിലേക്ക് സ്പൂണിട്ട് തപ്പി നോക്കുന്നു. എന്താ നോക്കുന്നത്? ഞാൻ ആകാംക്ഷയോടെ നോക്കി. ഇവന്മാർ മുട്ട വച്ചില്ലേ, ക്യാഷ് കൊടുത്ത് വാങ്ങിയിട്ടിപ്പോൾ എനിക്കറിയണം. ആള് ചാടി എഴുന്നേറ്റു. അയ്യോ, ചോദിക്കാനൊന്നും നിൽക്കണ്ട, ആ മുട്ട ഞാൻ എടുത്തതാ, ഞാൻ ചമ്മിയ മുഖത്തോടെ പറഞ്ഞു. എടി ദുഷ്ടേ, നിന്നെ എങ്ങോട്ടാ ഇതൊക്കെ പോകുന്നത്? അത് പിന്നെ കോഴിമുട്ട പുഴുങ്ങിയതേ എൻ്റെ വീക്ക്നെസ്സാണ്. ഞാൻ ആ മുഖത്തേക്ക് നോക്കി വളിച്ച ചിരി ചിരിച്ചു.
കൈ കഴുകി വന്നപ്പോൾ ഒരു ജ്യൂസ് ഓർഡർ ചെയ്ത് എൻ്റെ തൊട്ടടുത്ത് കസേരയിലിരുന്ന് വരുണേട്ടൻ. ഇതെന്തിനാ ഇവിടെ ഇരിക്കുന്നേ? ഓപ്പോസിറ്റ് ഇരുന്നാൽ പോരെ? സത്യം പറഞ്ഞ വരുണേട്ടൻ അടുത്തിരുന്നപ്പോൾ എന്തോ പോലെ ജ്യൂസ് വന്നതും അത് കുടിച്ചുകൊണ്ട് എന്നെ നോക്കി. നീ എന്താ കുടിക്കുന്നില്ലേ? ഉണ്ട്. പിന്നെ കളയാനാണോ മേടിച്ചിരിക്കുന്നത്? അങ്ങനെ ആഹാര സാധനമൊന്നും ഞാൻ വേസ്റ്റ് ചെയ്യില്ല. ജ്യൂസിലേക്ക് തലയിട്ടതും ഞാനൊന്ന് പൊള്ളിപ്പിടഞ്ഞു. വരുണേട്ടൻ അപ്രതീക്ഷിതമായി എൻ്റെ ഇടുപ്പിലൂടെ കൈവച്ച് വയറിൽ ആഞ്ഞുമയ്ക്കുകയായിരുന്നു. ആ പൊള്ളലിൻ്റെ കാരണം എന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും എൻ്റെ കൈ തട്ടി ജ്യൂസ് കമിഴ്ന്ന് രണ്ടുപേരുടെയും മേത്തോട്ട് വീണു. അത് ഞാൻ വരുണേട്ട. ജ്യൂസ് വീണ് ഷർട്ട് ചീത്തായതുകൊണ്ട് തല്ലും പ്രതീക്ഷിച്ചു ഞാൻ. ഉള്ളിൽ പെട്ടെന്നുണ്ടായ വേലിയേറ്റവും അതെൻ്റെ മുഖത്തും കണ്ണിലും പ്രകടമായിരുന്നു. പേടിച്ചു പോയോ? ആദ്യമായി വളരെ മൃദുലമായി ചോദിക്കുന്നത് കേട്ട് ഞാൻ ആ മുഖത്തേക്ക് നോക്കി. അപ്പോഴും എൻ്റെ ഹൃദയം ഇടുപ്പ് കൂടിയിരുന്നു. എൻ്റെ കഴുത്തിലൂടെ കൈകൾ വരുന്നത് ഞാൻ അറിഞ്ഞു. ഒന്നെതിർക്കാനാകും മുൻപ് ആ ചുണ്ടുകൾ എൻ്റെ ചൊടികൾ ബന്ധസ്ഥാനമാക്കി കഴിഞ്ഞിരുന്നു. ശ്വാസമെടുക്കാനാകാതെ ആ കഴുത്തിൽ എൻ്റെ കൈകൾ മുറുകി. പതിയെ എൻ്റെ കൈകൾ അയഞ്ഞു തുടങ്ങി. ഷർട്ടിൽ പിടിമുറുക്കുമ്പോഴും എൻ്റെ അതിരും വരുണേട്ടൻ സ്വന്തമാക്കിക്കൊണ്ടിരുന്നു. എതിർക്കാൻ തോന്നിയില്ല. ആ സ്നേഹം ആഗ്രഹിച്ചതുപോലെ എൻ്റെ കണ്ണുകൾ അടഞ്ഞുപോയിരുന്നു.